സംസ്കാരം തൊട്ടു തീണ്ടാത്ത വെറുമൊരു കാട്ടുമൃഗം. ജനിച്ചു വീണതൊരു കൊടുങ്കാട്ടിൽ. കാട്ടുപോത്തിൻ്റെ കൊമ്പിൽ കാട്ടുവള്ളി കെട്ടി ഊഞ്ഞാലാടിയ ബാല്യകാലം. മുതലക്കുളത്തിൽ നീന്തിക്കളിച്ചും കരടികളുമായി മൽപ്പിടുത്തം നടത്തിയും അവൻ വളർന്ന് വളർന്ന് വെറുമൊരു ചിമ്പാൻസിയായി മാറിയിരിക്കുന്നു. Wer Schmerzen kennt, vom Feuer, das die Haut verbrennt. Ich werfe ein Licht. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനസ്സുകൊണ്ട് അവനൊരു കുട്ടിയാണ്, ഒരുമാതിരി കുഞ്ഞാലിക്കുട്ടി. മീൻവായൽ നമ്മുടെ ചെമ്പകം അവളുടെ അച്ഛൻ ചിങ്കാരി മൂപ്പൻ ഏർപ്പാടാക്കിയ ബോഡി ഗാർഡ്സ് കുട്ടപ്പൻ, ഭീമപ്പൻ, അന്തപ്പൻ, ചന്തപ്പൻ എന്നിവരോടൊപ്പം താമരപ്പൊയ്കയിൽ കുളിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് സഹൃദയരെ നമ്മുടെ ടാർസൻ കെ നായർ അതുവഴി വളരെ ആദർശികമായി കടന്നുപോയത്. പോകുന്ന വഴി കണ്ട ആ കുളിരുള്ള കാഴ്ച അവനെ അവിടെ പിടിച്ചു നിർത്തി. ചെമ്പകത്തിൻ്റെ മേനിയഴകും ശാലീനതയും ടാർസൻ കെ നായരുടെ മനസ്സിൽ അനുരാഗത്തിൻ്റെ വിത്തുകൾ പാകി. ആ മൃഗത്തിൻ്റെ മനസ്സിലും പ്രേമം മുട്ടിട്ടു. പക്ഷേ അവിടെ പാറാവ നിന്നിരുന്ന ചെമ്പകത്തിൻ്റെ ബോഡി ഗാർഡ്സ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവർ ടാർസനെ അടിച്ചോടിക്കുവാൻ ചെന്നു. പിന്നെ അവിടെ നടന്നത് ഒരു കുരുക്ഷേത്ര യുദ്ധം തന്നെയാണ്. കരടികളുടെയും കണ്ടാമൃഗങ്ങളുടെയും കൂടെ കളിച്ചു വളർന്ന ടാർസന് ഈ പീക്കിരി പയ്യന്മാർ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഇതിനോടകം തന്നെ ടാർസൻ കെ നായരുടെ മെയ്വഴക്കവും പൗരുഷവും രാധയുടെ മനസ്സ് കീഴടക്കിയിരുന്നു. രണ്ടുപേർക്കും പരസ്പരം പ്രേമം. പക്ഷെ അത് തുറന്നു പറയാൻ രണ്ടുപേർക്കും മടി. Do you love me? Yeah. I love you so much. என்ன பழக்கம் இது? சின்ன புள்ள போல வித்து பிடிக்கிறதே தொட்டு விட்டதால. അപ്പോഴേക്കും ടാർസൻ എന്ന കാലൻ തൻ്റെ മകളെ വലയിലാക്കിയ കാര്യം ശിങ്കാരി മൂപ്പൻ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. മൂപ്പന് ടാർസൻ്റെ ശക്തിയെപ്പറ്റി മനസ്സിലായി. ടാർസനെ തോൽപ്പിക്കണമെങ്കിൽ സാധാരണക്കാരൻ പോരാ, വരുത്തൻ തന്നെ വേണം. ആരെ കൊണ്ടുവരും? മൂപ്പൻ ഉടൻ തന്നെ തൻ്റെ മൊബൈൽ എടുത്തു കുത്തി. അതെ, മൂപ്പൻ ഒരാളെ വരുത്താൻ തീരുമാനിച്ചു. ആരെയാണെന്നോ? തള്ള എന്തിനടെ ഇവിടെ പുകിലുകള്? ബെല്ലാരി, എങ്ങനെയെങ്കിലും എൻ്റെ മകളെ രക്ഷിക്കണം. പയലെ മുടകൾ കാണിക്കരുത്, അടിച്ച് പിരുത്തുകളെ ഏട്ടാ. ടാർസന എന്തൊരു തള്ള കലിപ്പ് തീരണില്ലല്ലേ. ആ സ്പന്ദനം ടാർസന്റെ ഒറ്റ ചവിട്ടിൽ നനച്ചു. ബെല്ലാരിയുടെ 5 ലക്ഷവും മാരുതിക്കാറും സ്വാഹ. അങ്ങനെ ബെല്ലാരിയും തോറ്റു പിന്മാറി. മൂപ്പൻ്റെ ടെൻഷൻ ഇരട്ടിയായി. ഇനി ആരെ കൊണ്ടുവരും? ആർക്കെൻ്റെ മോളെ രക്ഷിക്കാനാകും?
അതെ കൂട്ടുകാരെ, തിന്മയെ എതിർക്കാൻ, അന്ധകാരത്തെ തുടച്ചു നീക്കാൻ യുവത്വത്തിൻ്റെ പ്രതീകമായി അവനെത്തി. അതെ, വലക്കുട്ടൻ അഥവാ സ്പൈഡർമാൻ. എത്തിയ പാടെ രാധയുടെ വലയിൽ സ്പൈഡർമാനും വീണു കഴിഞ്ഞിരുന്നു. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. വലക്കുട്ട, നിനക്ക് പിടിച്ചു കെട്ടേണ്ടത് കണ്ട ആപ്പോ ഊപ്പയോ ഒന്നുമല്ല, മിസ്റ്റർ ടാർസനെയാണ്. അതെ, ടാർസൻ കെ നായർ. യു മീൻ മിസ്റ്റർ ടാർസൻ കെ നായർ ഫ്രം കട്ടപ്പന? ഓ നോ! ഇതേ സമയത്ത് ടാർസൻ രാധയെ കാണാൻ ആർത്തി പിടിച്ചു വരികയായിരുന്നു. തൻ്റെ പുതിയ ശത്രുവിനെ ടാർസൻ തൻ്റെ കഴുകൻ കണ്ണുകളുമായി കരുതിക്കൂട്ടി നോക്കി. അതെ, അവർ തമ്മിലുള്ള പോര് ഇവിടെ തുടങ്ങുന്നു. മിസ്റ്റർ സ്പൈഡർമാൻ, how dare you come before me such a horrible infrastructural condition? Brothers are the workers and the workers are the brothers. Oh no, Tarzan, no, it is impossible to implement such a system. But Tarzan, you should understand one thing. Sir Gangli is not playing today. Oh my God, supplies and condemnation without duty leaves. So what? ഇത്രയും പറഞ്ഞതോടുകൂടി രണ്ടുപേർക്കും കാര്യങ്ങൾ മനസ്സിലായി. രണ്ടുപേരും മനസ്സിൽ കുറിച്ചിട്ടു, ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. അല്ലെങ്കിൽ നീ, ഒന്നെങ്കിൽ ഞാൻ. അവസാനം കാട്ടിലെ നിയമം അനുസരിച്ച് അവർ പോരാടാൻ തന്നെ തീരുമാനിച്ചു. മരണം വരെ ഒരു സിനിമാറ്റിക് ഡാൻസ്.